ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യുന്നത് ചെമ്മീൻ തീയൽ. ആദ്യം തേങ്ങ വറുക്കാം. 2 കപ്പ് തിരുമിയ തേങ്ങയാണ്, അത് ഈ പാനിലേക്ക് ഇടാം. അല്പം കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4-5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സ്റ്റൗ ഓൺ ചെയ്ത് തേങ്ങ വറുക്കാം. തേങ്ങ തിരുമ്മി എടുക്കുമ്പോൾ പീര പലതരത്തിലാണെന്നൊരിൽ നിങ്ങളത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, എല്ലാം ഒരുപോലെ വരും. അങ്ങനെ ഒരുപോലെ അല്ലെന്നൊരിൽ മൂപ്പ് പലതരത്തിലായി പോകും. തേങ്ങ വറുക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യം തീ ഒന്ന് കൂട്ടി വയ്ക്കണം. തേങ്ങയിലെ ഈർപ്പമൊക്കെ ഒന്ന് മാറിയെന്ന് കണ്ടു കഴിയുമ്പോൾ അത് കുറച്ച് വയ്ക്കണം. ഇപ്പം തേങ്ങയുടെ ഈർപ്പമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഞാൻ തീ കുറച്ച് വയ്ക്കുകയാണ്. തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി കുറച്ചുകൂടെ മൂത്താൽ മതി. തേങ്ങ വറുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കണം. വെളുത്തുള്ളിയാണ് ഇതിനകത്ത് വെളുത്ത് കിടക്കുന്നത്. തേങ്ങ ഒരുമാതിരി മൂത്തിട്ടുണ്ട്. ബാക്കി മൂക്കാനുള്ളത് പാനിലെ ചൂട് കൊണ്ട് തന്നെ ഇത് മൂത്തോളൂ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇത് ചേർക്കാം. പെട്ടെന്നാണ് ഇതിൻ്റെ കളർ മാറുന്നത്. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് നേരം ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അതിനകത്തിരുന്ന് അത് കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ നേരത്തെ ചേർത്താണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി കൂടുതൽ ചേർക്കണ്ട, നമ്മൾ തേങ്ങ അരയ്ക്കുന്നതായതുകൊണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയിൽ അടിക്കാൻ പാകത്തിന് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിൽ അല്പം പോലും വെള്ളം ചേർക്കരുത്, നന്നായിട്ട് അരയണം. ചട്ടി ചൂടായി. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്, എണ്ണ ഇരുന്നങ്ങ് കട്ടിയായി. ഇത് 2 ടേബിൾ സ്പൂണാണ്. ഇത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി. ഇനി 1 ടീസ്പൂൺ കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി 3 ചുവപ്പ് മുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു 35-40 എണ്ണം കാണും, അത് നടുക്കൂടെ കീറിയത്. തീയൽ വയ്ക്കുമ്പോഴും ഏത് കാര്യത്തിനും ചെറിയ ഉള്ളിയാണ് നല്ലത്. പിന്നെ സവോള അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ സമയമില്ലെന്നൊരിക്കൽ. ചെറിയ ഉള്ളിയെ ടേസ്റ്റും അതുപോലെ ഗുണവും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉള്ളി വാടി ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചേർക്കാം. ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എരി, പുളി, ഉപ്പ് ഇതെല്ലാം ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്. ഒരു മുരിങ്ങയ്ക്കാണ് ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത്. കൂടുതൽ വേണമെന്നൊരു നിങ്ങൾക്ക് ചേർക്കാം. അത് മുരിങ്ങയ്ക്കയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പീസസ് ആക്കി നടുക്കൂടൊന്ന് കീറിയിട്ടുണ്ട്, സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. മുരിങ്ങയ്ക്ക എടുക്കുമ്പോൾ ഫ്രഷ് മുരിങ്ങയ്ക്ക എടുക്കാൻ നോക്കണം, അതല്ലെങ്കിൽ അത് കഴിക്കും. തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞിട്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കേണ്ടത്. ഇത് 2 കപ്പ് ചൂടുവെള്ളമാണ്, അതൊഴിക്കാം.
ചൂടായിരിക്കുന്നതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കരുത്. കൊഞ്ചിന് വേവ് കുറവാണ്. അത് ഒരുപാടിട്ട് വേവിച്ച് കഴിഞ്ഞിരുന്നാൽ റബ്ബറി ആകും. എല്ലാ സീ ഫുഡും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തിളച്ചതിന് ശേഷം കൊഞ്ച് ചേർക്കാം. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. തിളച്ച് തുടങ്ങിയതിന് ശേഷം 2-3 മിനിറ്റ് തിളപ്പിച്ച് മുരിങ്ങയ്ക്ക വേകാൻ വേണ്ടിയിട്ടാണ്. കൊഞ്ച് 400 ഗ്രാമാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ നടുക്കൊരു കറുപ്പുണ്ട്. ഈ കറുപ്പ് എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞിട്ട് വേണം കറിയിൽ ചേർക്കേണ്ട. അതല്ലെന്നൊരിയിൽ അത് ചിലർക്ക് വയറിന് പിടിക്കാറില്ല. ഇനി ഇതിലേക്ക് കൊഞ്ച് ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിലിരിക്കട്ടെ. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇനി അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.